അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണശേഷം ഞാനും അമ്മയും അനിയത്തിയും മാത്രമായിരുന്നു വീട്ടിൽ. ചേട്ടനുള്ളത് കോയമ്പത്തൂരിൽ ഒരു ബിസിനസ്സുമായി പോകുന്നു. ചേട്ടൻ അവിടെ സ്ഥിരതാമസമാക്കിയപ്പോൾ ഏട്ടത്തെയും കുട്ടിയെയും അങ്ങോട്ട് കൊണ്ടുപോയി. ഒരു വയസ്സായ ഒരു പെൺകുഞ്ഞാണ് അവർക്കുള്ളത്. അനിയത്തി +2 പഠിക്കുന്നു. പേര് മീര. പഠിക്കുന്ന കാര്യത്തിൽ ഞാനൊരു തോൽവിയായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാനൊരു കൂൾ ബാറിൽ ജോലിക്ക് കയറി. രാവിലെ 9 മണിക്ക് പോയാൽ വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു പോരാം. അത്രയും നേരമായിരുന്നു എൻ്റെ ഡ്യൂട്ടി സമയം. ബാക്കി സമയങ്ങളിൽ മുതലാളിയും മൂപ്പരുടെ മകനും നോക്കും. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ വീട് പാലക്കാട്. പേര് അജിത്ത്. അതീവ സുന്ദരിയായ എൻ്റെ അമ്മ. അച്ഛനും ഒട്ടും മോശമല്ല കേട്ടോ. പക്ഷേ അമ്മയുടെ അത്രയും പൊക്കം അച്ഛനില്ലായിരുന്നു. എല്ലാവരോടും നല്ല പെരുമാറ്റവും അടുപ്പമായിരുന്നു അമ്മയ്ക്ക്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ അച്ഛൻ്റെ മരണം പെട്ടെന്നായിരുന്നു. അതോടെ അമ്മ ആകെ തളർന്നു. കൂടെ ഞങ്ങളും. കുറച്ച് സമയമെടുത്തു ഞങ്ങൾ അതിൽ നിന്നും പുറത്തു വരാൻ. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള സാമ്പത്തിക അവസ്ഥ വളരെ മോശമാകാൻ തുടങ്ങി. കോയമ്പത്തൂരിൽ താമസാക്കിയ ചേട്ടൻ ഒന്നും അഴിച്ചു തരാതെയായി. അമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകാനൊന്നും കഴിവില്ല. അച്ഛനുള്ളപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അങ്ങനൊരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൗണിലെ കട നടത്തുന്ന അച്ഛൻ്റെ കൂട്ടുകാരൻ ഗോപാലേട്ടൻ അമ്മയോട് എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഗോപാലേട്ടൻ ആളത്ര വെടിപ്പല്ല. എന്തായിരിക്കും അവർ സംസാരിക്കുന്നതെന്നറിയാൻ വേണ്ടി ഗോപാലേട്ടൻ പോയ ഉടനെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അമ്മേ ഗോപാലേട്ടൻ വന്നത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അത് നമ്മുടെ മുകളിലെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാനാ. അമ്മ എന്നോട് പറഞ്ഞു. ഓ, എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാ, ഇല്ലെന്ന് പറഞ്ഞു. അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്തായാലും അവിടെ കാലിയായി കിടക്കല്ലേ. ആരെങ്കിലും വന്ന് താമസിച്ചാൽ വല്ലതും കിട്ടില്ലേ? അതൊക്കെ കിട്ടും. എന്നാലും അത് വേണോ? പിന്നെ നമുക്കതൊരു പണിയാകുമോ? എന്ത് പണി? ഇപ്പം എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കിടയ്ക്ക് കയറി നന്നാക്കുകയും വേണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് കയറി. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തായി അമ്മേ, വല്ലതും തീരുമാനിച്ചോ? ആ, ഞാൻ ആ ഗോപാലിന് ഒന്ന് വിളിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. എന്തിന്? ഞാൻ ചോദിച്ചു. അല്ല, കണ്ട കുടിയന്മാരെ ഒന്നും കൊണ്ടുവരണ്ട. നല്ല വല്ല ഫാമിലീസ് ഉണ്ടെങ്കിൽ മതിയെന്ന് പറയണം. ഓ, അല്ലമ്മേ, അമ്മ ഗോപാലേട്ടനോട് വാടക എത്ര കിട്ടുമെന്ന് ചോദിച്ചോ? 4 or 5, അതിൽ കൂടുതൽ കിട്ടില്ലെന്ന് പറഞ്ഞു. അതായാലും മതിയായിരുന്നു അല്ലേടാ? ഇതെല്ലാം കേട്ടുകൊണ്ട് അനിയത്തിയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായി. അവൾ പണ്ടേ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും ഇടപെടാറില്ല. അങ്ങനെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ചോദിച്ചു, അമ്മേ, ഗോപാലേട്ടനെ വിളിക്കുന്നില്ലേ? ആടാ, വിളിക്കണം. കുറച്ച് കഴിയട്ടെ. അതെന്തിനാ കുറച്ച് കഴിയാൻ കാത്തു നിൽക്കുന്നേ? ഇപ്പോൾ തന്നെ വിളിച്ചൂടെ? ഈ രാവിലെ തന്നെയോ? അതൊന്നും ശരിയാകില്ല. അയാൾ എന്ത് വിചാരിക്കും? അയാൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. ഞാൻ ജോലിക്ക് പോയാൽ പിന്നെ അമ്മ ഒറ്റയ്ക്കല്ലേ. അങ്ങനെയുള്ള വിളിയൊന്നും വേണ്ട. അയാൾ അത്ര ശരിയല്ല. ഒന്ന് പോടാ. അച്ഛൻ്റെ കൂട്ടുകാരനെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അയാൾ ഒരു പാവ, അമ്മ പറഞ്ഞു. അമ്മ ഒന്നും പറയണ്ട. എനിക്കറിയാവുന്ന ഒന്നും അമ്മയ്ക്കറിയില്ല. അതെന്താടാ എനിക്കറിയാത്തെ? നിങ്ങളെക്കാളും 10-30 വയസ്സ് മൂത്തതാ ഞാൻ. വല്ലതും കഴിച്ച് ജോലിക്ക് പോവാൻ നോക്ക്. വലിയ വർത്താനം പറയാതെ. ആ, എന്തെങ്കിലും ആട്ടെ. വല്ലതും പറ്റിയിട്ട് എന്നോട് പറയരുത്. അതും പറഞ്ഞ് ഞാൻ ജോലിക്ക് പോയി. കടയിൽ നിന്നുമെല്ലാം എനിക്ക് വീട്ടിലെ ചിന്തയായിരുന്നു. ഗോപാലേട്ടൻ വീട്ടിൽ വന്ന് കാണുമോ? അവർ തമ്മിൽ വല്ലതും ഒപ്പിക്കുമോ എന്നോർത്ത് എൻ്റെ ഉള്ള സമാധാനവും നഷ്ടപ്പെട്ടു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോണെടുത്ത് ഞാൻ അമ്മയെ വിളിച്ചു. എത്ര ബെല്ലടിച്ചിട്ടും അമ്മ കോൾ എടുക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ആദ്യം കയറാൻ തുടങ്ങി. ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോഴും എടുക്കുന്നില്ല. വീട്ടിലോട്ട് പോയാലോ എന്ന് വെച്ചാൽ കടയിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തായാലും ഈ സമയം അമ്മ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയമാണ്. എൻ്റെ കോൾ കാണാതെ ഇരിക്കില്ല. വീണ്ടും കലി കയറി ഞാൻ വീണ്ടും വിളിച്ചു നോക്കി. പക്ഷേ എടുക്കുന്നില്ല.
ദേഷ്യം പിടിച്ച് വെക്കാൻ പറ്റാതെ ഞാൻ കടയുടെ ഷട്ടറും വലിച്ചു താഴ്ത്തി വീട്ടിലേക്ക് തിരിച്ചു. നേരെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഗോപാലേട്ടൻ്റെ ബൈക്ക് നിൽക്കുന്നു. സകല ക്ഷമയും നശിച്ച് ഞാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടന്നു. സ്റ്റെപ്പിൽ നോക്കുമ്പോൾ ഗോപാലേട്ടൻ്റെ ചെരുപ്പ് കിടക്കുന്നു. ഞാൻ നേരെ പോയി കതക് തുറന്നു നോക്കി. ലോക്ക് ചെയ്യാതെ കതക് അടച്ചു വച്ചിരിക്കുന്നു. ഞാൻ കതക് തുറന്ന് അകത്തേക്ക് കയറി. വീടിനകത്തു നിന്നും ഗോപാലേട്ടൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ വീടിന് മുകളിൽ നിന്നുമാണ് ആ സംസാരം കേൾക്കുന്നത്. വിറയ്ക്കുന്ന കാലുകളുമായി ഞാൻ പതിയെ മേലോട്ട് സ്റ്റെപ്പ് കയറി. രണ്ടുപേരും എന്തോ സംസാരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ അവരുടെ അടുത്തെത്തി. എന്നെ കണ്ട അമ്മ ഒന്ന് നെട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എങ്ങനെ അകത്ത് കയറിയെന്ന്. അത് പിന്നെ അമ്മ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അത് തുറന്ന് അകത്ത് കയറിയെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ലോക്ക് ചെയ്തതായിരുന്നല്ലോ. ഗോപാലേട്ടനോട് ഓരോന്ന് പറഞ്ഞ് അറിയാതെ കയറിപ്പോയി. അല്ല, നീ എന്താ ഈ നേരത്ത്? ജോലിയില്ലേ? അമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ല. അത് എനിക്ക് നല്ല തലവേദന, അതാ ഞാനിങ്ങ് പോകുന്നത്. ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അല്ലടാ, എന്തതിൻ്റെ അഭിപ്രായം? ഗോപാലേട്ടൻ എന്നോട് ചോദിച്ചു. എന്തഭിപ്രായം? ഞാൻ അയാളോട് ചോദിച്ചു. അല്ല, വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താ? അമ്മയ്ക്കിപ്പോഴും പേടിയാ. ഓ, അതെനിക്ക് കുഴപ്പമില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. ഇവിടെ എന്തായാലും കാലിയായി കിടക്കല്ലേ, പിന്നെ ഒരു വരുമാനവും ആകുമല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും ആലോചിക്കണ്ട, ഞാൻ അവരെയും കൂട്ടിങ്ങ് വരാം. അതും പറഞ്ഞ് ഗോപാലേട്ടൻ ഇറങ്ങി. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിൽ ഒരു സമാധാനം തോന്നി. ഞാൻ വേഗം പോയി ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. എന്നാലും അമ്മ എന്തിനാ അയാളെ വീട്ടിലേക്ക് കയറ്റിയത്? അമ്മയ്ക്ക് തീരെ ബോധമില്ലേ? ഞാൻ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു, അമ്മ എന്തിനാ അയാളെ അകത്തേക്ക് കയറ്റിയത്? അതും ഇവിടെ ആരില്ലാത്ത സമയത്ത്. ആരാടാ നിന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചു കയറ്റിയതാണെന്ന്? ഗോപാലേട്ടൻ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയതാ, അല്ലാതെ ഞാൻ വിളിച്ച് കയറ്റിയതൊന്നും അല്ല, അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് അയാളാണോ ഇവിടെ താമസിക്കാൻ വരുന്നത്? അയാൾ കയറി നോക്കാൻ താമസിക്കാൻ വരുന്നവരല്ലേ നോക്കേണ്ടത്? ഞാൻ അമ്മയോട് ചോദിച്ചു. അതല്ലടാ, ഒരു തമിഴനും ഫാമിലിക്കും വേണ്ടിയാ ഗോപാലേട്ടൻ വീട് നോക്കാൻ വന്നത്. അവർക്ക് ഫോട്ടോ കാണണമെന്ന്, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നതാ. എന്ത്? തമിഴനോ? അമ്മ എന്തിനാ അണ്ണന്മാർക്കൊക്കെ വീട് കൊടുക്കാൻ പോകുന്നത്? അത് വേണ്ട, തീരെ വൃത്തി ഉണ്ടാവില്ല അവർക്ക്. അല്ലടാ, ഗോപാലേട്ടൻ പറഞ്ഞു നല്ല വൃത്തിയൊക്കെയുള്ള ആൾക്കാരാണെന്ന്, അതാ ഞാൻ സമ്മതിച്ചത്. ആ, ഇനി എന്തെങ്കിലും ആകട്ടെ, ഞാൻ പോണ്. നീ എങ്ങോട്ട് പോണ്? ആ വിക്സ് എടുത്ത് തേച്ച് കുറച്ചു നേരം കിടന്നോ, ആ തലവേദന ഒന്ന് കുറഞ്ഞോട്ടേടാ. ആ, അതൊക്കെ മാറി, ഞാൻ പോവാണ്. ആ, പിന്നൊരു കാര്യം, ഇനി ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ അകത്തൂടെ കയറ്റണ്ട, മേലോട്ട് പുറത്തുള്ള സ്റ്റെപ്പ് വഴി കയറാൻ പറഞ്ഞാൽ മതി. അത് പിന്നെ കാണാൻ വെച്ചതൊന്നും അല്ലല്ലോ. അതും പറഞ്ഞ് ഞാൻ കടയിലേക്ക് പോയി. അങ്ങനെ 2 ദിവസം കടന്നുപോയി. അടുത്ത സൺഡേ എത്തി. ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ തീരുമാനിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദാ വരുന്നു ഒരു യൂബർ ടാക്സി. വീടിന് മുന്നിൽ നിർത്തി അതിൽ നിന്നും ഒരു തടിയുള്ള ഒരണ്ണനും കൂടെ അയാളുടെ ഭാര്യയും പിന്നെ മകളും ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അണ്ണൻ യൂബറിന് പൈസ കൊടുക്കാൻ ഫോണെടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ ആ ചേച്ചിയും മകളും വീട്ടിലേക്കെല്ലാം കണ്ണോടിച്ച് പതിയെ നടന്നു വന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. എൻ്റെ ചിരി കണ്ട് അവരും എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നല്ല സുന്ദരി കൊച്ച്, നല്ല ഇളമഞ്ഞ ചുരിദാറും അതിൽ അലിഞ്ഞു കിടക്കുന്ന മുല്ലപ്പൂ ചൂടിയ മുടിയും തിളക്കമാർന്ന കണ്ണുകളും കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി അവളെ. മോനെ, അമ്മയില്ലേ? മകളുടെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ ചേച്ചിയുടെ ചോദ്യം. പെട്ടെന്ന് ഞാൻ ചേച്ചിയെ നോക്കി പറഞ്ഞു, ആ, അകത്തുണ്ട്, ഞാൻ വിളിക്കാമെന്ന്. ഞാൻ അതും പറഞ്ഞ് ചേച്ചിയൊന്ന് നോക്കി. മകളെക്കാളും ആൾ സുന്ദരി, എന്നാൽ മകളുടെ അത്ര കളറില്ല. പക്ഷേ ചിലതൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. എല്ലാം നല്ല ഭംഗിയായി പൊതിഞ്ഞ് ആർക്കും കൊടുക്കില്ലെന്ന മട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോഴേക്കും യൂബറിന് പൈസയും കൊടുത്ത് അണ്ണൻ വന്നു. ഞാൻ വീട്ടിലേക്ക് കയറി അമ്മയും കൂട്ടി വന്നു. അമ്മ അവരെ വീട് കാണിക്കാൻ പുറത്തുള്ള സ്റ്റെപ്പിലേക്ക് നടന്നു. അമ്മേ, എന്താടാ?
അമ്മേ ഒന്നിങ്ങ് വന്നേ. എന്താടാ, എന്താ കാര്യം? ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, അമ്മേ നമുക്കവരെ അകത്തൂടെ വിളിക്കാം. ആദ്യമായിട്ട് വരുമ്പോൾ പുറകിലൂടെ കൊണ്ടുപോകുന്നത് മോശമല്ല അമ്മേ. ആഹാ, അപ്പോൾ നീയല്ലെന്ന് പറഞ്ഞത് ഇനി ആരെയും അകത്തേക്ക് കയറ്റരുതെന്ന്? അതല്ല അമ്മേ, ഇതിപ്പോൾ ആ സ്ത്രീയും മകളൊക്കെ ഉള്ളതല്ലേ, അവരെന്ത് വിചാരിക്കും? എന്നാ അകത്തൂടെ വിളിക്കാം. അതും പറഞ്ഞ് അമ്മ അവരെ കൂട്ടി മേലേക്ക് നടന്നു. മുന്നിലായ അമ്മയും അതിൻ്റെ തൊട്ടുപുറകിലായ അണ്ണനും അതിൻ്റെ ബാക്കിൽ ഭാര്യയും മകളും സ്റ്റെപ്പ് ഓരോന്നായി കയറി നടന്നു. അവരുടെ പിന്നിൽ ഞാനും. പിന്നിലായതുകൊണ്ട് തന്നെ എനിക്കെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മുകളിലെത്തിയ അവർക്ക് റൂമുകളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. അമ്മയോടുള്ള അണ്ണൻ്റെ സംസാരവും നോട്ടവുമെല്ലാം എനിക്കത്ര ദഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അയാളുടെ മകളെ അമ്മയെ ഓർത്ത് ഞാനതങ്ങ് ക്ഷമിച്ചു. അങ്ങനെ സംസാരവും വീട് കാണലും കഴിഞ്ഞ് അവർ മടങ്ങി. അന്ന് വൈകുന്നേരം തന്നെ ഒരു ലോറി സാധനങ്ങളുമായി അണ്ണൻ 2 പേരുമായി വന്ന് പണി തുടങ്ങി. കൂടെ വന്ന 2 പേരും സാധനങ്ങളെല്ലാം ലോറിയിൽ നിന്നും ഇറക്കി മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. ആ സമയവും അണ്ണൻ അമ്മയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി. അമ്മയ്ക്കാണെങ്കിൽ ആരെങ്കിലും ആയാൽ മതി സംസാരിച്ച് നിൽക്കാൻ. അങ്ങനെ അന്ന് രാത്രി തന്നെ അവരെല്ലാം സെറ്റാക്കി. അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച രാവിലെ അവർ പാല് കാച്ചി താമസം തുടങ്ങി. പിന്നീടുള്ള പോക്കും വരവുമെല്ലാം പിറകിലൂടെയുള്ള സ്റ്റെപ്പിലൂടെ ആയിരുന്നു. രാവിലെ കോളേജിൽ പോകുന്ന അണ്ണൻ്റെ മകളെ വായി നോക്കാൻ ഞാൻ പല്ലും തേച്ചുകൊണ്ട് എന്നും ആ സമയമാകുമ്പോൾ അവിടെ എത്തും. പക്ഷേ അവൾ എന്നെ ഒന്നും മൈൻഡ് ആക്കുകയും ചെയ്യില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ കണ്ടത്. അവളും ഒരു ചെക്കനും ബസ് സ്റ്റോപ്പിൽ സംസാരിച്ച് നിൽക്കുന്നത്. 2 പേരുടെയും സംസാരം കണ്ടാൽ അറിയാം അവർ ഇഷ്ടത്തിലാണെന്ന്. ഇനി അവളെ നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ഞാൻ ആ നോട്ടം അങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ ഉദ്ദേശവും ആഗ്രഹവും അങ്ങ് മാറി. മകളെക്കാളും 10 ഇരട്ടി മൊഞ്ചുള്ള അവളുടെ അമ്മയിലായി. അണ്ണൻ ഹോൾസെയിൽ ചിപ്സ് കട ആയതുകൊണ്ട് തന്നെ അധികം വീട്ടിൽ കാണാറില്ല. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ആ ചേച്ചി മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മകൾ ഒരു കവറുമായി മേലേക്ക് കയറി പോകുന്നുണ്ട്. എന്നെ കണ്ട ചേച്ചി ചോദിച്ചു, ജോലി കഴിഞ്ഞ് വരികയാണോ? ആ അതെ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. പെട്ടെന്ന് അമ്മ അങ്ങോട്ടേക്ക് വന്നു. ഞാൻ നോക്കുമ്പോൾ 2 ആളും ഒരേപോലെ ഇരിക്കുന്നു. ആ ചേച്ചിക്ക് അമ്മയെക്കാളും വയസ്സ് കുറവാണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരേ അളവിലുണ്ടായിരുന്നു. ഞാൻ അവരുടെ ഇടയിൽ നിന്നും പതുക്കെ വീട്ടിലേക്ക് പോയി സിറ്റ് ഔട്ടിലിരുന്നു. അവർ 2 പേരും എന്തൊക്കെ അവിടെ നിന്നും സംസാരിക്കുന്നുണ്ടായി. വെറുതെ അല്ല ആ അണ്ണനും ഗോപാലേട്ടനും ഇങ്ങനെ നോക്കുന്നത്, അതിന് മാത്രമുണ്ടല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നും വന്ന അനിയത്തി എന്നോടായി പറഞ്ഞു, എന്താ മോനെ വന്ന പാടെ ഇവിടെ ഇരുന്ന് ഒരു മീൻ പിടുത്തം? അവൾ അത് പറഞ്ഞത് കേട്ട് ഞാനാകെ നെട്ടിപ്പോയി. എന്ത് മീൻ പിടുത്തം? ഞാൻ ചുമ്മാ ഒന്ന് കാറ്റുകൊള്ളായിരുന്നതാ. അവളോട് ഞാൻ പറഞ്ഞു, മോനെ നീ എന്നോട് ഷോയൊന്നും ഇറക്കണ്ട. ഞാനിപ്പോൾ ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അയ്യടാ, ഒരു വലിയ കുട്ടി വന്നിരിക്കുന്നു, ഒന്ന് പൊക്കെ, ഓരോന്നും പറഞ്ഞ് ഉണ്ടാക്കാതെ. എടാ നീ വല്ലാതെ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. രാവിലെ പല്ല് തേക്കാനെന്നും പറഞ്ഞ് പത്രവുമായി പുറത്ത് ആ പെണ്ണിനെ നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. ഒന്ന് പോടി, നിന്നോട് ആര് പറഞ്ഞു അവളെ കാണാനാണെന്ന്? എനിക്ക് പല്ലും തേക്കണ്ടേ? എൻ്റെ മോനെ, അവർ വരുന്നതിന് മുമ്പ് എവിടെ നിന്നാ പല്ല് തേച്ചിരുന്നത്? അല്ല, പല്ല് തേക്കാർ പോലും ഉണ്ടായിരുന്നോ ആവോ? ഒന്ന് പോടി, ഓരോന്ന് പറഞ്ഞൊപ്പിക്കാതെ. ആ ഞാനൊപ്പിക്കുന്നൊന്നുമില്ല, ചേട്ടൻ ഇവിടെ ഇരുന്ന് ഒപ്പിക്കണ്ട. ആ അണ്ണന് നല്ല മസിലാ, എടുത്ത് തുണി പിഴിഞ്ഞെടുക്കുന്ന പോലെ എടുക്കും. സത്യം പറഞ്ഞാൽ അവൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പതിയെ സൈക്കിളിൽ നിന്ന് വീണ് ചിരിയും ചിരിച്ച് വീട്ടിലേക്ക് കയറി. പക്ഷേ റൂമിലെത്തിയിട്ടും ഞാൻ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. പിടിവിട്ട ഞാൻ ആ കാഴ്ചകൾ വീണ്ടുമൊന്ന് ഓർത്തെടുത്ത് അങ്ങ് ആഞ്ഞു വിട്ടു. പക്ഷേ കണ്ണിലുണ്ടായിരുന്നത് ഒരാളുടെ അല്ലായിരുന്നു, 2 പേരുടെയും ഉണ്ടായിരുന്നല്ലോ. ആ 2ാമത്തെ ആൾ എൻ്റെ സ്വന്തം അമ്മയാണല്ലോ. ഞാനൊന്ന് വിറച്ചു. എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. ഞാൻ നേരെ റൂമിലെ ചെയറിലിരുന്നു. പുറത്തുനിന്ന് അമ്മ കഴിക്കാൻ വിളിക്കുന്നുണ്ടായി.
ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ വീണ്ടും കുറച്ചു നേരം ഇരുന്നു. ഇത്രയും കാലമില്ലാത്ത പുതിയൊരു അനുഭവമായിരുന്നു എനിക്ക് അപ്പോൾ കിട്ടിയത്. വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നി. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാനായി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾ വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.